ചോദ്യം ഒന്ന് വായിച്ചേ. 3/50, 4/40, 5/30, 6/20 ഇവയിൽ വലുതേത്? അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യനോട് വരാം. എന്താണ് a⁻m⁴n? ഒരു സംഖ്യയ്ക്ക് തന്നെ 2 പവർ വന്നാൽ അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് a⁻m × n. അപ്പോൾ തിരിച്ചു കൊടുത്തോണം. a⁻m × n എന്ന് വന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ 3⁷ × 5 എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3⁷ എന്നിട്ട് 5 ഇങ്ങനെ പുറത്ത് കാണിക്കാം. അതുകൂടെ ഓർത്തിരുന്നേക്കണം. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്ന നിയമം. ഇതറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് വരിക. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ നോക്കിക്കേ. 3⁻50, 4⁻40, 5⁻30, 6⁻20 ഇങ്ങനെ പവറിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ പവർ എല്ലാം ഈക്വൽ ആക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ബേസ് എലമെൻറ്റ് വലുത് ഏതാണോ അതിന് വലുതായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ പവർ കണ്ടോ, 50, 40, 30, 20 ഇതെല്ലാം വ്യത്യസ്തമായ പവറുകളാണ്. അപ്പോൾ നമുക്ക് ആ സംഖ്യ ഒരുമിച്ചാക്കാൻ നമുക്ക് നോക്കണം. അപ്പോൾ ആ വന്നിരിക്കുന്ന പവറുകൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിതമാണോ നോക്കണം. ഇവിടെ 50, 40, 30, 20 എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഗുണിതമായിട്ട് പറയുമ്പോൾ 10ൻ്റെ ഗുണിതമായിട്ട് പറയാം. 5ൻ്റെ ഗുണിതമാണ്. അത്രയും വരുമ്പോൾ നിങ്ങൾ വലിയ സംഖ്യ ആക്കേണ്ടി വരും. ഇതിനൊക്കെ നല്ലത് 50, 40, 30, 20. ഇയാളുടെ HCF എത്രയാണെന്നാണ് കറക്റ്റ് നോക്കേണ്ടത്. അത് 10ആണ്. അപ്പോൾ 10ലേക്ക് മാറ്റണം ഇയാളെ. കണ്ടോ? അപ്പോൾ 3⁻50 ഞാൻ എങ്ങനെ മാറ്റുമെന്ന് നോക്കുമ്പോൾ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന 3⁻ ഈ 50 എന്നുള്ളത് 5 × 10 10ൻ്റെ ഗുണിതമായിട്ട് മാറ്റി. അപ്പോൾ എങ്ങനെ പറയാം? നമ്മളിപ്പോൾ പറഞ്ഞ a⁻m × n എന്ന ഫോർമാറ്റായി. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം? a⁻m⁴n. അപ്പോൾ അത് എത്ര കിട്ടി? 3⁵5 കണ്ടുപിടിക്കുക. 3 × 3 × 3 × 3 × 3 അത് 243 എന്ന് കിട്ടും. ആ 10 അവിടെ കിടന്നോട്ടെ, ഇനിയൊന്നും ചെയ്യേണ്ട അയാളെ. അതുപോലെ അടുത്ത ആളെ മാറ്റിക്കുക. 4⁻40 എങ്ങനെയായിരിക്കാം? 4⁻4 × 10 എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ പോലെ മാറ്റിക്ക്. 4⁻4 ഒരു 10 പുറത്തും വന്നു. 4⁻4 എന്ന് പറയുമ്പോൾ എത്ര? 4 × 4 × 4 × 4 4 പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര? 256 കിട്ടും. ആ 10 പുറത്ത് കിടപ്പുണ്ട്. ഇതുപോലെ 5⁻30 മാറ്റിക്ക്. 5⁻30 എങ്ങനെ മാറ്റും? 5⁻3 × 10 ആണെന്നറിയാം. 3 ഇവിടെ കാണിച്ചു, 10 പുറത്തും കാണിച്ചു. ഉണ്ടോ? 5⁻3 എന്നുള്ള 5 × 5 × 5 125 ⁻10 ഇവിടെ കിടക്കട്ടെ. ഇതുപോലെ 6⁻20 എങ്ങനെ പറയും? 20 എന്നുള്ളത് 2 × 10 ആണ്. അപ്പോൾ 2 അകത്ത് കാണിക്കണം, 10 പുറത്ത് കാണിക്കണം. 6⁻2 എന്ന് വെച്ചാൽ 6 × 6 36, 10 മുകളിലുണ്ട്. ഇപ്പം നോക്കിക്കേ, നമ്മൾ ഈ സംഖ്യകളൊക്കെ നോക്കിക്കേ. ഈ 4 സംഖ്യകൾ നോക്കിക്കേ. കണ്ടോ? എല്ലാത്തിൻ്റെയും പവർ 10 അല്ലേ? ഇനി നമുക്ക് എളുപ്പം പറയാം. താഴെ വന്നിരിക്കുന്ന സംഖ്യ ഏതൊക്കെയാണ് ഏറ്റവും വലുത്? 243, 256, 125, 36. അതിലേതാ വലിയ സംഖ്യ? 256 വലുത്. അപ്പോൾ നമുക്ക് പറയാം 4⁻40 ഇതിൽ വലിയ സംഖ്യ. ചെറിയ സംഖ്യ ചോദിച്ചാൽ നമുക്കൊണ്ട് 36 ചെറുത് എന്ന് വെച്ചാൽ 6⁻20 ചെറുത്. കണ്ടോ? ഇനി അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ കാണിക്കണമെങ്കിൽ, ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിൽ കാണിക്കണമെങ്കിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവയുടെ പവറുകളെല്ലാം ഈക്വലാക്കി കൊണ്ടുവരാനായിട്ടൊരു ശ്രമം നടത്തിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും.